Ben Chandran. Welcome to my channel Alpha Malu. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു DIY പ്രോജക്റ്റ് ആണ്. അതായത് ബുക്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാം. എൻ്റെ പിറകിൽ കാണുന്നത് പോലെ ഒരു ഫ്ലോട്ടിംഗ് അപ്പിയറൻസ്, അതായത് വാളിൽ ബുക്സ് ഒന്ന് പറന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്യാം, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്പേസ് എഫക്റ്റീവ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രൈ ചെയ്യാം. ഓക്കെ, എൻജോയ് ദ വീഡിയോ. 8 പീസാണ് ഞാൻ ഓർഡർ ചെയ്തത്. 4ന്റെ ഒരു സെറ്റാണ് വരുന്നത്. അങ്ങനെ രണ്ട് സെറ്റ് ഞാൻ ഓർഡർ ചെയ്തു. ഞാനിപ്പോൾ 2 പിടിപ്പിച്ചു. 2 അളവെടുത്ത് ഒരു 35 സെന്റിമീറ്റർ ഈ വോളിന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 സെന്റിമീറ്റർ താഴോട്ടും 35 സെന്റിമീറ്റർ 35 സെന്റിമീറ്റർ ഹൊറിസോണ്ടലായിട്ടും ലെങ്ത്തിൽ ചെയ്താൽ എനിക്ക് 8 ഇവിടെ പിടിപ്പിക്കാം. അതായത് 1, 2, 3, പിന്നെ 4, 5, 6, 7, 8 എന്നുള്ള കണക്കിൽ വയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നതിനെക്കാട്ടി ബെസ്റ്റ് അപ്പോൾ ചെയ്തു പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ കാര്യത്തിൽ അത്ര എക്സ്പേർട്ട് അല്ല, പക്ഷേ ഡ്രില്ല് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ കുറച്ച് കാലമായി ഡ്രില്ല് ചെയ്തിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം മാർക്ക് ചെയ്തിട്ട്, സാധാരണ പ്രൊഫഷണൽസ് ചെയ്യുന്നത് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഡ്രില്ലിംഗ് ഒരു സ്റ്റെപ്പിൽ ചെയ്യും, എന്നിട്ട് സ്ക്രൂയിങ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്ത കാര്യം കഴിഞ്ഞു. കുറച്ചും കൂടി നീറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് അല്ലാത്ത പോലെ എല്ലാം ഇവിടെ ഇത് വലിച്ചു വാരി കഴിഞ്ഞ് വരും. പിന്നെ ഞാൻ എടുക്കുകയാണ്. സോറി, ഇവിടെ പറയണേ നിർത്തുമ്പോൾ. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ മെസ്സ് കുറച്ച് അവോയ്ഡ് ചെയ്യാനായിട്ട് വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് ഡ്രില്ല് ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് ആ ഡേർട്ട് സക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെസ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹാമർ ഡ്രില്ല് തന്നെ യൂസ് ചെയ്യണം. റെഗുലർ ഡ്രില്ല് എൻ്റെ സ്വന്തം ഡ്രില്ലുണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ നമ്മുടെ വോളിൻ്റെ 1% പോലും അത് നേരെ തുറച്ച് കയറത്തില്ല. നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഹാമർ ഡ്രിൽ ഒപ്പിക്കാമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതിൽ ഹാമറിങ് ഇഫക്റ്റ് തന്നെ വേണം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ, ഇവരുടെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ചെറിയ ലെങ്ത് ഉള്ള സ്ക്രൂവും അതിൻ്റെ അറ്റാച്ച്മെൻറ്റുമാണ്. അതായത് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം. ഞാനിതിപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം ഇവർ പറയുന്നത് ഇതിന് 10 കിലോ ലോഡ് താങ്ങാൻ പറ്റുമെന്നാണ്. എനിക്ക് പക്ഷെ അതൊരു സേഫ് സോണായിട്ട് കണക്കാക്കാൻ പറ്റിയില്ല. കുറച്ചും കൂടെ ഡെപ്തിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് കുറച്ചും കൂടെ ഡെപ്തിൽ ആണി കയറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബുക്ക് വേണമെങ്കിൽ വെക്കാം. ഇല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ 10 കിലോ കുറച്ചും കൂടെ നാൾ നമുക്ക് ആടാതെയോ വീഴാതെയോ ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവർ തന്നതിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇവർ തന്നത്. ഞാൻ ഈ വലുതാണ് ഉപയോഗിക്കുന്നത്. 2 ഇഞ്ചിൻ്റെ ആണിയാണ്. ഞങ്ങൾക്ക് ഇതിൽ വലുതോ ഇതിൽ ചെറുതോ ഉപയോഗിക്കാം, അപ് ടു യു. പണ്ടൊക്കെ ഞാൻ ശരിക്കും ഡ്രില്ല് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പിടിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡ്രില്ല് ചെയ്ത് പരിചയമുള്ള ആളാണെങ്കിൽ ഡ്രില്ല് ആദ്യം ചെയ്തിട്ട് പിന്നെ സ്ക്രൂ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഇപ്പോൾ അതിൽ ചെറിയ ഡിഫറൻസസ് എനിക്ക് കാണാം. കുറച്ച് ടൈറ്റാണ്. സാധാരണ ഒരു പ്രൊഫഷണൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വരാനുള്ള വഴിയില്ല, തെറ്റുകൾ. കാരണം അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അവരുടെ കയ്യിൽ കറക്റ്റ് ടൂൾസ് ഉണ്ടായിരിക്കും. ഇത് ചെയ്യാൻ തന്നെ ഞാനിപ്പോൾ കൈകൊണ്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ എല്ലാം അതിൻ്റെതായ ടൂൾസ് ഉണ്ടായിരിക്കും. DIY പ്രോജക്റ്റിലെ ഏറ്റവും പാടുപെടുന്നൊരു ഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ക്രൂവിങ്. കൈയൊക്കെ നല്ല പണി കിട്ടുന്നുണ്ട്. കാണാമോ? ചുമ്മാ വരുന്നു. ഉപയോഗിച്ച് ഇനി ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾ ചെറിയൊരു പിടി ഇതിൽ കൂടുതലൊക്കെ ചേരാനില്ല. നല്ല സെക്യൂറാണ് സാധനം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 35 സെന്റിമീറ്റർ ഇങ്ങോട്ട് അത് ഞാൻ നമ്മുടെ
ക്യാമറ ഇന്നത്തെ പ്രോജക്റ്റിന് എനിക്ക് ഐ നീഡ് 2 ഹാൻഡ്സ് അല്ല 4 ഹാൻഡ്സ്. അത് കാരണം സാധാരണ ഞാൻ സെൽഫിയാണ് എടുക്കാറ് എൻ്റെ വീഡിയോസ് എല്ലാം. എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ ഇന്നത്തെ വീഡിയോ അങ്ങനെ നടക്കത്തില്ല, കാരണം പണി കൂടുതലുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. ചെറിയ ഡിഫറൻസ് വരും, പക്ഷെ നമുക്കൊരു ബുക്സ് വരും എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് വന്നത്. ഒരു പ്രൊഫഷണലിന് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇവിടെ മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട്, ക്ഷമിക്കുക. 35 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ആ 35 സെന്റിമീറ്ററിൽ നമുക്ക് ഇതിന്റെ ലെവല് എടുക്കുന്നു. പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്തു. ഇവിടെയാണ് നമുക്ക് ഡ്രിൽ ചെയ്യേണ്ടത്. അടുത്ത 2 പോയിന്റ്, ഇതാണ് പോയിന്റ്. ഈ രണ്ടാമത് കിടക്കുന്ന അതിന് തെറ്റായിട്ട് മാർക്ക് ചെയ്തതാണ്. പറ്റിയിട്ടുണ്ട്. ഇത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ്. അതായത് ഇവിടെ നിന്ന് 35 സെന്റിമീറ്റർ സംഭവത്തായി ഇവിടെ വന്നു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് 35 സെന്റിമീറ്റർ പിന്നെയും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ പുറത്താണ് വരുന്നത്. ഇതിവിടെ ഇല്ലായിരുന്നെങ്കിൽ, ഈ സ്വിച്ച് ബോർഡ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ സ്വിച്ച് ബോർഡ് വരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഇവിടെ വെച്ച് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം, വരുന്ന വഴിയിൽ നോക്കാം. രണ്ട് പീസ് ബാക്കിയുണ്ട്. ഇവിടെ അത് ഫിറ്റ് ചെയ്യുന്നതിനെ കാട്ടി അത് വേറെ എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. അതായത് വായിച്ച ബുക്കുകൾ ഇനി ഷോയ്ക്ക് വേണ്ടി വയ്ക്കുക. അത് ഞാൻ ലേബലുള്ള ബുക്സ് ആണ് വെക്കുന്നത്, കാരണം ഇത് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് അച്ഛൻ വായിച്ച ബുക്കുകളാണ്. നിന്റെ അടുത്ത് പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, അവർ ഈ ഇന്റർനെറ്റ് ഒന്നും നെവർ സോ ഇറ്റ് കമ്മിങ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, മോനെ നിനക്ക് ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ പുസ്തകങ്ങളിൽ കാണും റെഫറൻസ് ആയി. പക്ഷെ ആവശ്യമില്ല, ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതിയല്ലോ. ഇവിടെ സ്ലോ മോഷൻ ചെയ്യണ്ടേ? ഡ്രില്ല് ഹാമർ എഫക്റ്റ് എടുത്താടാ. എന്താടാ നീ ഇങ്ങനെ ഒരു ഹാമർ എഫക്റ്റ് എവിടെ വേണം? 5 മണിക്ക് തീർക്കണം. പറഞ്ഞാ ഈ എക്സ്ട്രാ പീസസ് ഞാൻ എൻ്റെ മുറിയിൽ സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെയാണ് അതിന് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചത്. ഇതുവരെ ബുക്ക്, ഇത് തൊട്ട് ഇതുവരെ ഈ 2 സ്പോട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാം. അപ്പോൾ ഞാൻ വിജയകരമായി എന്റെ ബുക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താഴെ അച്ഛൻ്റെ കൂടുതൽ ബുക്സ് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വെക്കുന്നതായിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബുക്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Until next time, see you, and this is Ben signing off. Thank you so much for watching. Bye bye.